നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിൽ ആയിഷ കോംപ്ലക്സിന് എതിർവശം നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടം. കോഴിക്കോട് പാലിറക്കി പൊള്ളാച്ചിയിലേക്കുള്ള യാത്രാമധ്യയാണ് ലോറി മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു. പ്രതിഷേധത്തിനൊടുവിൽ പരന്നേക്കാട്ടുള്ള തിരൂർ നഗരസഭ അറവുശാല അടച്ചുപൂട്ടി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കഴിഞ്ഞ ദിവസം അറവുശാല അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. പ്രദേശത്തും പരദേശത്തെ കിണറുകളിലും അറവുശാല കാരണം മലിനമാവുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പരിസരവാസികൾ നൽകിയ പരാതിയെ തുടർന്നാണ് നഗരസഭ അറവുശാല അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടത്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തുറുവാണം അംബേദ്കർ ഗ്രാമത്തിലേക്കുള്ള ഏക യാത്രാമാർഗമായ വടമുക്ക് തുറുവാണം റോഡ് കോൺക്രീറ്റ് ചെയ്ത് നാട്ടുകാർ. റോഡ് തകർന്ന് ഗതാഗതം ദുസ്സഹമായിട്ടും പുനർനിർമ്മാണം നടത്താൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ പണം പിരിച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. അപ്രായോഗിക നിർദ്ദേശവുമായി അധികൃതർ എത്തിയെങ്കിലും പൊന്നാനിയിൽ പാലമടച്ചതിനെ തുടർന്ന് പ്രായോഗിക സർവീസുമായി സ്വകാര്യ ബസ്സുകൾ. പാലമടച്ചിട്ടാൽ സ്വകാര്യ ബസ്സുകൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് BM റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി കരിങ്കല്ലത്താണി വഴി പോകണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇടുങ്ങിയ ഈ പാതയിലൂടെ പോകുന്നത് അപ്രായോഗികമാണെന്ന് ബസ്സുടമകൾ പറഞ്ഞു. ദേശീയപാതയ്ക്ക് തൊട്ടരികെ ചുറ്റുമതിലില്ലാതെ ചേളാരി GVHSS. മുൻപ് സ്കൂളിന്റെ ചുറ്റുമതിലും ഹയർ സെക്കൻഡറി കെട്ടിട സമുച്ചയവും ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ദേശീയപാതയാണ്. നിലവിലുള്ള സ്കൂൾ കെട്ടിടത്തിന് തൊട്ടരികിലാണ് ഇപ്പോൾ സർവീസ് റോഡ്. സ്കൂൾ വളപ്പിൽ ചുറ്റുമതിൽ നിർമ്മിക്കാൻ വൈകിയാൽ അപകടമാണ്. ജില്ലയിൽ നമ്പർ 1 കായൽ ടൂറിസം കേന്ദ്രമായി പുളിക്കക്കടവ് കായൽ തീരം മാറും. റോപ്പ് വേയും കയാക്കിങ്ങും വാട്ടർ സ്കൂട്ടറിംഗും ഉൾപ്പെടെ വിവിധ റൈഡുകൾ ഉൾക്കൊള്ളിച്ചുള്ള ജില്ലയിലെ ഒരേയൊരു കായൽ തീരമായി പുളിക്കക്കടവ് മുഖം മിനുക്കും. ജീവിതം ആനന്ദമാക്കാനുള്ള പ്രായോഗിക രീതികളും മാനസികാരോഗ്യം നിലനിർത്താനുള്ള നുറുങ്ങുവിദ്യകളും പരിചയപ്പെടുത്തുന്ന ഡോപ്പമിൻ സമ്മിറ്റ് ഒക്ടോബർ 10 തിരൂരിൽ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് 1 നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധർ പങ്കെടുക്കും. കോട്ടപ്പടി വലിയ തോട് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി തോട് കടന്നു പോകുന്ന ഭാഗത്തെ സർവേ ആരംഭിച്ചു. മച്ചിങ്ങൽ ബൈപ്പാസിന് സമീപത്തെ പാലത്തിന് അടുത്താണ് ഡിജിറ്റൽ സർവേ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സർവേ തുടങ്ങിയത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.